ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ്. മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും ഇത് മൂന്നും ചേർത്തിട്ടുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റംസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മുരിങ്ങയ്ക്കായ. ഇതൊരു 3 മുരിങ്ങയ്ക്ക ഉണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളതായിരുന്നു. ഞാനത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ. പിന്നെ വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. ഞാൻ ഇതിന് 1 ബൗൾ ഉണക്കച്ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാടങ്ങ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 1 മുറി മാങ്ങ എടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നാളികേരം ചിരകിയതാണ്. 1 ബൗൾ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. സവാളയോ ചെറിയ ഉള്ളി ചേർക്കാം. ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മുരിങ്ങയ്ക്കയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, 1 ഗ്ലാസ് വെള്ളത്തോളം മതിയാവും. നിങ്ങൾ എത്ര മുരിങ്ങയ്ക്ക എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നാളികേരം ചിരകിയതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ 1 പീസ് ഇഞ്ചി, സവോള അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടി ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കായി കിട്ടാനായിട്ട് വെച്ച മുരിങ്ങയ്ക്ക പാതി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ മുരിങ്ങയ്ക്കയുടെ കൂടെ പച്ചമാങ്ങ ചേർത്താൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് പച്ചമാങ്ങ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് വെന്തളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാതി വെന്തതിന് ശേഷം മാത്രം ഒന്ന് ചേർത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ മൂടി വെച്ച്, അത്രയും മതിയാവും. മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഉണക്ക ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട്. ഇനി ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നൊരു മണം വരണം. നല്ല മണമായിരിക്കും ആ ഒരു ടൈമിൽ. അതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ്. ഇത്രയും മതിയാകും. ഇതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരം ചതച്ചതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നാളികേരമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ ഒരുപാട് അങ്ങ് കുക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മാങ്ങ അങ്ങ് കുഴഞ്ഞു പോകും. ആ ഒരു പീസസ് ആയിട്ട് കിടന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റും സ്ട്രക്ചറും ഒക്കെ കിട്ടത്തുള്ളൂ തോരന്. അതുകൊണ്ട് മാങ്ങ അധികം അങ്ങ് വേവിക്കേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് അത് തന്നെ ധാരാളമാണ്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാനിനി ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തല്ലേ മുരിങ്ങയ്ക്ക കുക്ക് ചെയ്തെടുത്തത്. ഉപ്പിനി വേണ്ടി വരും. ഉപ്പ് നല്ല കുറവാണ്.
അപ്പോൾ ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകണ്ട, അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ തോരനൊരു എക്സ്ട്രാ ടേസ്റ്റും നല്ല ഒരു മണമൊക്കെ കിട്ടും. അതിനുവേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. സോ മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും ഉണക്ക ചെമ്മീനും ചേർത്തുണ്ടാക്കിയ നല്ല നാടൻ തോരൻ റെഡിയാണ്. എൻ്റെ ഫേവറേറ്റ്സിലൊന്നാണ് കേട്ടോ ഈ ഡിഷ്. നല്ല റോസ്റ്റായ ചെമ്മീൻ്റെയും കറിവേപ്പിലയുടെയും കൂടി മണം തന്നെ വളരെ ടെംപ്റ്റിംഗ് ആണ്. ചോറിനൊപ്പം നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആ ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മമ്മിൽ വരാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല റെസിപ്പീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എൻ്റെ മറ്റ് ചില വീഡിയോസിൻ്റെ ലിങ്ക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഒപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ദെൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.